ഹായ്, ഇന്നൊരു റെസിപ്പി ആയിട്ടാണ് വന്നത്. പൈനാപ്പിൾ തപ്പാച്ചി നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമായിരിക്കും. ഇൻസ്റ്റാഗ്രാമിൽ കുറേ റീൽസ് ഓടിക്കൊണ്ടിരുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്താലോ? നല്ല മണ്ണുണ്ട് കേട്ടോ. 2-3 ഇത് മേടിച്ചിട്ട് അപ്പോൾ ഇപ്പം നന്നായിട്ട് പഴുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് ഞാനൊന്ന് നന്നായിട്ട് കഴുകി ഡ്രൈ ആക്കി വെച്ചിരിക്കുന്നതാണ്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇതിനപ്പോൾ ഞാൻ പൈനാപ്പിൾ ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടേ. അപ്പോൾ ഇത് ഞാനൊരു കുപ്പി ഭരണി എടുത്തിട്ടുണ്ടേ. നന്നായിട്ട് കഴുകി ഉണക്കി എടുത്ത് വെച്ചതാണ്. നമുക്കിതിലോട്ട് ഈ പൈനാപ്പിളിൻ്റെ തോലോടുകൂടിയാണ് കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ നമുക്കിതിൻ്റെ ഇതൊക്കെ എടുത്തിട്ട് കൊടുക്കാം. ഞാനിതിൻ്റെ കുറച്ച് ഭാഗം ഇതിനുള്ളത്തെ പൾപ്പുണ്ടല്ലോ, കുറച്ച് ഭാഗം മാറ്റി വെച്ചിട്ടുണ്ട്. നടുക്കുള്ള തണ്ടുണ്ടല്ലോ, അതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതായത് മെയിനായിട്ട് പറഞ്ഞാൽ ഞങ്ങൾ പൈനാപ്പിളിൽ വേസ്റ്റാക്കി കളയുന്ന സാധനങ്ങൾ നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് പൾപ്പ് കഴിക്കാൻ വേണ്ടി മാറ്റി വെച്ചു. ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാമേ. ഒരു 4.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിന് വെള്ളം കുറച്ചുകൂടി എടുക്കട്ടെ. ഒരു 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. പിന്നെ ഒരു 2-3 ഇതുപോലത്തെ കുഞ്ഞു പീസ് പട്ട, ഒരു 5-10 കുരുമുളക്, പിന്നെ ഇഞ്ചി ചതച്ചത്. കാണുന്നില്ലേ? ഉണ്ട്. ഇതേ പട്ട, ഇഞ്ചി ചതച്ചത്, പിന്നെ കുറച്ച് കുരുമുളക്, അതും കൂടി ഇതിലിട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണമേ. പഞ്ചസാരയൊക്കെ ഈ സ്റ്റെപ്പ് ഇതുപോലെ തന്നെ ചെയ്യണമെന്നില്ല കേട്ടോ. ആദ്യം വെള്ളം ഒഴിച്ച് പഞ്ചസാരയൊക്കെ മിക്സ് ചെയ്തതിന് ശേഷം പൈനാപ്പിൾ ഇട്ട് കൊടുത്താലും മതി. പൈനാപ്പിൾ കട്ട് ചെയ്തപ്പോൾ അത് വേഗം കുപ്പിയിലോട്ട് കയറ്റാനൊരു ആക്രാന്തം എന്നിട്ടാണ് ഫസ്റ്റ് പൈനാപ്പിൾ ഇട്ട് കൊടുത്തത് കേട്ടോ. അപ്പം നിങ്ങൾ ചെയ്യുമ്പം അങ്ങനെ ചെയ്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. എല്ലാം ഈ കുപ്പീൻ്റെ അകത്ത് വരണമെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാമേ. ഒരു 3 ദിവസം അല്ലെങ്കിൽ 4 ദിവസം റെസ്റ്റ് ചെയ്യാൻ വെക്കണേ. എന്നിട്ട് ഇതിലിങ്ങനെ പത വരും. ആ സമയത്താണ് നമ്മളിത് ഓപ്പൺ ആക്കിയിട്ട് അരിച്ചെടുക്കേണ്ടത്. മിക്സ് ആയിട്ടുണ്ട് ഇല്ലേ? ആയിട്ടുണ്ട്. നമുക്കിത് തുണി വെച്ച് കെട്ടി കൊടുക്കാം. ഞാൻ തുണി എടുത്ത് വെക്കാൻ മറന്നു, എടുത്തിട്ടെ. ഞാനൊരു തുണി എടുത്തു കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ടൊന്ന് കെട്ടി വെക്കാമേ. ഇനി തൽക്കാലം റബ്ബർ ബാൻഡ് ഇട്ട് വെക്കണം. ഇനി ഇത് കെട്ടാൻ ഒരു ചരടിന് പോയി തപ്പണം. പിന്നെ അത് കെട്ടിയാൽ ചിലപ്പോൾ ടൈറ്റ് ആയില്ലെങ്കിലോ. റബ്ബർ ബാൻഡ് ആകുമ്പോൾ ഓക്കെയാണ്. കമാം. യെസ്, സെറ്റ്. ഇനി നമുക്കിത് ഷെൽഫിനുള്ളിൽ ഒളിപ്പിച്ച് വെക്കാം കേട്ടോ. കാരണം ഇനി ഒരു 3-4 ദിവസം ഇത് അങ്ങനെ തന്നെ അനക്കാതെ വെക്കണം. ഓക്കെ, അപ്പോൾ സെറ്റ്. ഇതേ നമ്മൾ നല്ല പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇതൊന്ന് അരിച്ചെടുക്കാമേ. കണ്ടോ പത വന്നിട്ട്? നമുക്കിത് അരിച്ചെടുക്കാം. ഓപ്പണാക്കാമേ. അപ്പം നമുക്കിതിനി അരിച്ചെടുക്കാം. കണ്ടോ അതല്ലേ പതിഞ്ഞ് കിട്ടിയിട്ട്? കണ്ടോ? ഇനി ഇതുപോലത്തെ നല്ലൊരു ഗ്ലാസ് ബോട്ടിൽ എടുക്കാമേ. എന്നിട്ട് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതുകൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് പുറത്താവാതെ നല്ല ഇതിൽ ഒഴിച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇനി ഇതിലോട്ടേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. അയ്യോ പോകരുത്. നമുക്കിത് അടച്ചു കൊടുക്കാം. ഇനി നമുക്കിത് നാളെ എടുക്കാം. എന്താ ലുക്കില്ലേ? നാളെ എടുക്കാമേ. ഇനി ഒരു ദിവസം കൂടെ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. ഒരാൾ ഇവിടുന്ന് ഇടയ്ക്ക് ബഹളാക്കുന്നുണ്ട്. അപ്പം നമുക്കിത് നാളെ നോക്കാം. എനിക്കിപ്പോൾ അതാ